ഓഗസ്റ്റ് 20 ക്ലെയർവോയിലെ വിശുദ്ധ ബെർണാഡിന്റെ തിരുനാൾ ദിനം. 12-ാം നൂറ്റാണ്ടിൽ കത്തോലിക്ക സഭയെ ആത്മീയമായി നവീകരിച്ച മഹാപ്രതിഭയായിരുന്നു ക്ലെയർവോയിലെ വിശുദ്ധ ബെർണാഡ്. 1090-ൽ ഫ്രാൻസിലെ ഒരു പ്രഭു കുടുംബത്തിൽ ജനിച്ച അദ്ദേഹം തൻ്റെ 22-ാം വയസ്സിൽ സുഖലോലുപതകൾ ഉപേക്ഷിച്ച് സിസ്റ്റേഴ്സ്യൻ സന്യാസ സഭയിൽ ചേർന്നു. വെറും 3 വർഷങ്ങൾക്കു ശേഷം ഫ്രാൻസിലെ ക്ലെയർവോ എന്ന വിജനമായ താഴ്വരയിൽ അദ്ദേഹം ഒരു പുതിയ ആശ്രമം സ്ഥാപിച്ചു. അദ്ദേഹത്തിൻ്റെ കഠിനമായ പ്രാർത്ഥനയും വിശുദ്ധിയും കണ്ട് ആയിരക്കണക്കിന് യുവാക്കൾ സന്യാസ ജീവിതത്തിലേക്ക് കടന്നുവന്നു. അദ്ദേഹം സഭയിൽ ചേരുമ്പോൾ തകർച്ചയുടെ വക്കിലായിരുന്ന ആ സന്യാസ സഭ പിന്നീട് യൂറോപ്പിലുടനീളം 300-ലധികം ആശ്രമങ്ങളായി വളർന്നു പന്തലിച്ചു. വിശുദ്ധ ബെർണാഡ് ഒരു നല്ല വേദപാരംഗതനും രാജാക്കന്മാരുടെ അനുരഞ്ജകനും പാപ്പാമാരുടെ ഉപദേഷ്ടാവും സർവോപരി ഒരു അത്ഭുത പ്രവർത്തകനുമായിരുന്നു. അസാധാരണമായിരുന്നു വിശുദ്ധ ബെർണാഡിന് പരിശുദ്ധ ദൈവമാതാവിനോടുള്ള ഭക്തി. അദ്ദേഹം പരിശുദ്ധ അമ്മയെ കടലിലെ നക്ഷത്രം എന്നാണ് വിശേഷിപ്പിച്ചിരുന്നത്. പരിശുദ്ധ രാജ്ഞി എന്ന പ്രാർത്ഥനയിലെ അവസാന വാക്യവും എത്രയും ദയുള്ള മാതാവേ എന്ന ജപവും ലോകമെങ്ങും പ്രചരിപ്പിച്ചത് വിശുദ്ധ ബെർണാഡാണ്. അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങളും എഴുത്തുകളും തേൻ പോലെ മധുരമുള്ളതായിരുന്നു. അതുകൊണ്ട് സഭ അദ്ദേഹത്തെ തേൻ മധുരമുള്ള ഡോക്ടർ എന്ന് വിളിക്കുന്നു. അദ്ദേഹത്തിൻ്റെ അഗാധമായ ദൈവശാസ്ത്ര അറിവുകൾ മാനിച്ച് കത്തോലിക്ക സഭ അദ്ദേഹത്തെ സഭയുടെ വേദപാരംഗതൻ എന്നും വിളിക്കുന്നു. തൻ്റെ ജീവിതകാലം മുഴുവൻ പ്രാർത്ഥനയിലും സഭയുടെ നവീകരണത്തിലും ചെലവഴിച്ച വിശുദ്ധ ബെർണാഡിൻ്റെ അവസാന നാളുകൾ കഠിനമായ രോഗപീഠകൾ നിറഞ്ഞതായിരുന്നു. മരണത്തിന് തൊട്ടു മുൻപുള്ള വർഷങ്ങളിൽ അദ്ദേഹം കടുത്ത ശാരീരിക അസ്വസ്ഥതകളാലും രോഗങ്ങളാലും വലഞ്ഞിരുന്നുവെങ്കിലും ദൈവത്തോടുള്ള അഗാധമായ സ്നേഹവും സഭയ്ക്കായുള്ള സ്നേഹവും അദ്ദേഹം അവസാനിപ്പിച്ചില്ല. ഒടുവിൽ 1153 ഓഗസ്റ്റ് 20-ന് തൻ്റെ 63-ാം വയസ്സിൽ അദ്ദേഹം സ്ഥാപിച്ച ക്ലെയർവോ ആശ്രമത്തിൽ വെച്ച് സഹസന്യാസിമാരുടെ പ്രാർത്ഥനകൾക്കു മധ്യേ അദ്ദേഹം സ്വർഗീയ സമ്മാനത്തിനായി യാത്രയായി. വിശുദ്ധ ബെർണാഡ് മരിച്ച് വെറും 21 വർഷങ്ങൾക്കു ശേഷം അലക്സാണ്ടർ 3-ാമൻ മാർപ്പാപ്പയാണ് അദ്ദേഹത്തെ ഔദ്യോഗികമായി വിശുദ്ധനായി പ്രഖ്യാപിച്ചത്. പിൽക്കാലത്ത് 1830-ൽ പിയൂസ് 8-ാമൻ മാർപ്പാപ്പ അദ്ദേഹത്തിന് സഭയുടെ വേദപാരംഗതൻ എന്ന വിശേഷ പദവിയും നൽകി ആദരിച്ചു. വിശുദ്ധ ബെർണാഡിൻ്റെ പ്രഭാഷണങ്ങളും വാക്കുകളും തേനീച്ചയുടെ തേൻ പോലെ മധുരമുള്ളതായിരുന്നു എന്നാണ് സഭ വിശ്വസിക്കുന്നത്. അതിനാൽ അദ്ദേഹത്തെ തേനീച്ച വളർത്തുകാരുടെ മധ്യസ്ഥനായി വിളിക്കാറുണ്ട്. തേനീച്ചകളിൽ നിന്നും ഉണ്ടാക്കുന്ന മെഴുകുമായി ബന്ധപ്പെട്ട് മെഴുകുതിരി നിർമ്മാതാക്കളുടെ മധ്യസ്ഥനായും അദ്ദേഹം അറിയപ്പെടുന്നു. വാക്കുകൾ കൊണ്ട് ലോകത്തെ കീഴടക്കുകയും എന്നാൽ പ്രാർത്ഥനയിലൂടെ ദൈവത്തോട് ചേർന്ന് നിൽക്കുകയും ചെയ്ത ആ വിശുദ്ധൻ്റെ ജീവിതം നമുക്ക് ഒരു മാതൃകയാവട്ടെ. ഏവർക്കും വിശുദ്ധ ബെർണാഡിൻ്റെ തിരുനാൾ ആശംസകൾ.